ചേച്ചി പറയും ഫോൺ എടുക്കാത്തതിന് ഇത്രയും കോൾസ്, പിന്നെ രാവിലെ തന്നെ വിസിറ്റും. ഇതിച്ചിരി ഓവറാണ്. സൂര്യ എങ്ങനെയാണെന്ന് ഞാനും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സൂര്യ വന്നിട്ടാണെങ്കിൽ താഴേന്ന് ദേഷ്യം പിടിച്ചിങ്ങനെ കളിക്കുകയാണ്. നിധിയുടെ അച്ഛൻ ഇതൊക്കെ കാണുന്നുണ്ട്. അച്ഛൻ പറയും, എന്തിനാ കാപ്പി എടുത്തത്? ബ്രേക്ക്ഫാസ്റ്റിന് സമയമല്ലേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറയും. സൂര്യ പറയും, എനിക്ക് വേണ്ടെങ്കിൽ. നിധി ഇതുവരെ വന്നില്ലല്ലോ, ഞാൻ വന്നിട്ടിപ്പോൾ കുറേ സമയമായില്ലേ. സൂര്യ പറയും, സാരമല്ല, ഞാൻ മുറിയിൽ പോയി കണ്ടോളാം. ഇതൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അച്ഛനമ്മയോട് പറയും, പോസസീവ്നെസ് ആണ്, എന്തായാലും സ്നേഹിക്കാൻ അറിയുന്ന ആളുടെ അടുത്താണ് നമ്മളുടെ മോളെ കൊടുത്തു വിടുന്നത്. ശ്രുതി പറയും, എടോ തന്തേ, ഇത് സ്നേഹമല്ലടോ, ഭ്രാന്താണ്. റൂമിലേക്ക് കയറി ചെന്നിട്ട് സൂര്യ ചൂടാവാണ്. ചേച്ചി പറയും, അവൾ ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ലെന്ന് പറയും. ഇത് കേൾക്കും സൂര്യ പറയും, നീയല്ലേ ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തത്? എന്നിട്ട് ഉറങ്ങാതെ നീ എന്ത് ചെയ്യായിരുന്നു? നീ എന്താ കോൾ എടുക്കാഞ്ഞത്? അതിനുത്തരം പറയാമെന്ന് പറയും. നിധിയാണെങ്കിൽ ഒന്നും മിണ്ടില്ല. സൂര്യ പിന്നെ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ടിട്ട് സായി കേട്ട് നിധി പൊട്ടിത്തെറിക്കാണ്. നിധി പറയും, എനിക്ക് സൗകര്യമില്ലായിരുന്നു, ഞാനെന്തിന് നിങ്ങളുടെ ഫോൺ എടുക്കണം? അതിനുത്തരം പറ. ഒരു പെൺകുട്ടിയുടെ റൂമിലേക്ക് ഒന്ന് തട്ടുപോലും ചെയ്യാതെ കയറി വന്നിട്ട് താൻ ആരെ ഈ പേടിപ്പിക്കുന്നത്? പുറത്തു പോവാൻ. അച്ഛനും അമ്മയും കൂടി അങ്ങോട്ട് വരുമ്പോൾ സൂര്യ ഭയങ്കര പാവം പോലെ ചോദിക്കും, ഞാൻ ഈ റൂമിലേക്ക് വന്നത് തെറ്റായിപ്പോയ അങ്കിൾ, എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. നിധി പറയും, അച്ഛാ, ഇയാളെ വിശ്വസിക്കരുത്. രാത്രി മുഴുവൻ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തായിരുന്നു. 204 മിസ് കോള്. ഇയാൾ സൈക്കോയാണ്, തനി സൈക്കോ. ഇത് കേട്ടിട്ട് അച്ഛൻ നിധിയെ അടിക്കുകയാണ്. ആരെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? നിന്റെ കഴുത്തിലെ താലി കെട്ടാൻ പോകുന്ന ആളായത്. അമ്മയും ചോദിക്കുക, എന്താ നിധി നിനക്ക് പറ്റിയത്? അച്ഛൻ പറയും, സൂര്യയോട് സോറി പറയും. നിധി ആദ്യം പറയില്ലെങ്കിലും അച്ഛൻ നിർബന്ധിക്കുമ്പോൾ നിധിക്കത് പറയേണ്ടി വരും. അവരൊക്കെ പോയി കഴിയുമ്പോൾ ഏടത്തി അറിയും, നിധി നീ പറഞ്ഞത് ശരിയാ മോളെ, ഇത് ശരിയാവുമെന്ന് എനിക്കും ഇപ്പോൾ സംശയമുണ്ട്. നിധിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നിധി പറയും, ഏടത്തി നോക്കിക്കോ, ഞാൻ അയാളെ വിവാഹം കഴിക്കില്ല, എൻ്റെ കഴുത്തിൽ അയാൾ താലി കെട്ടില്ല, അത് ഉറപ്പാണ്. നിധിയുടെ അച്ഛനും അമ്മയും കൂടി സൂര്യയെ സമാധാനിപ്പിച്ച് പറഞ്ഞേക്കാണ്. സൂര്യ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ശ്രുതി ഇങ്ങനെ കളിയാക്കിയിട്ട് എൻ്റെ മമ്മി എന്ന് പറയും. ഇത് കേട്ടിട്ട് സൂര്യ ചോദിക്കും, എന്താടാ? 3-4 ദിവസം കഴിയട്ടെ, നിന്നെക്കൊണ്ട് ഞാൻ ശരിക്കും മമ്മീന്ന് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോടാ. അതും പറഞ്ഞ് സൂര്യ അവിടുന്ന് പോവാണ്. ആരും വന്നതിന് ശേഷം നിധിയെ താഴോട്ട് വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. നിധി എപ്പോഴും മിസ് കോളിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവർ പറയും അത് സ്നേഹം കൊണ്ടാണെന്നൊക്കെ. നിധി പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയില്ല, എനിക്ക് അയാളെ ഇഷ്ടമല്ല. അച്ഛൻ പറയും, ഈ വാക്ക് ഞാൻ തുടക്കം മുതലേ കേൾക്കുന്നതാ. എന്താ നിനക്ക് അയാളെ ഇഷ്ടമില്ലാത്തതിന് കാരണം? പറ, വേറെ ആരെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടോ? പുറത്തുനിന്ന് ഇത് കേട്ടിട്ട് ശ്രുതി പറയും, അയ്യോ, ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ? എന്താ അച്ഛാ ഇങ്ങനെ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നെ? സൂര്യയായിട്ട് എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സംസാരിച്ച് വരെ നോക്കിയതാ, ഞങ്ങൾ പിന്നെ സെറ്റാവില്ല അച്ഛാ. അമ്മ ഇങ്ങനെ സൂര്യനെ സപ്പോർട്ട് ചെയ്ത് പറയാം, തങ്കം പോലത്തെ ഒരു ചെറുക്കനാ അത്. അയാളെ കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറയണം നീ. നിധിയേക്കും എന്നേക്കാൾ കൂടുതൽ അയാളെ എന്നെ അറിയാം. എനിക്ക് വേണ്ടി അമ്മ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അച്ഛൻ പറയും, നീ ചെയ്തതിന് ഞാൻ അവനോട് സോറി പറഞ്ഞത്. നീ എന്തൊക്കെ മനസ്സ് വിചാരിച്ചാലും ഈ കല്യാണമേ നടക്കൂ. നിധി കരഞ്ഞുകൊണ്ട് റൂമ് വന്നിട്ട് ഇങ്ങനെ പറയും, ഇല്ല, എന്ത് വന്നാലും ഞാൻ അവനെ കല്യാണം കഴിക്കില്ല. നിധി പുറത്ത് വന്നിട്ട് ശ്രുതിയോട് പറയും, നിങ്ങൾ പറഞ്ഞതാ ശരി, ഇനി ഈ വീട്ടിൽ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ നിധി പറയുമ്പോൾ ശ്രുതിക്ക് നല്ല സന്തോഷമാവും. ശ്രുതി ഒന്നുകൂടെ ഇങ്ങനെ മൂപ്പിച്ച് പറയാണ്. നിധി പറയും, എൻ്റെ ജീവിതത്തിൽ ഇനി ഞാനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ശ്രുതി പറയും, എന്നാൽ കുറച്ച് കാലത്തേക്ക് തിരുവനന്തപുരത്തേക്ക് മാറി നിൽക്ക്. നിധി പറയും, ഞാൻ വീട് വിട്ടേ എങ്ങോട്ട് പോയിട്ടില്ല. ശ്രുതി പറയും, അവിടെ ഞാനുണ്ടല്ലോ എന്ന് പറയും. നിധി വയ്ക്കും, നിങ്ങളുടെ അടുത്തോ? ശ്രുതി വയ്ക്കും, എന്താ എന്നെ വിശ്വാസമില്ല? തന്നെ ഓസ്ട്രേലിയയിലേക്ക് തള്ളിവിടുന്ന തൻ്റെ വീട്ടുകാരേക്കാളും ഭേദമാണ് ഞാൻ. തിരുവനന്തപുരത്ത് വന്നാൽ താമസിക്കാൻ പേടിക്കണ്ട, അതിന് എൻ്റെ വീടുണ്ടല്ലോ. നിധി വയ്ക്കും, അതിന് ഞാൻ എപ്പോഴാണ് തൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞത്? എന്നെ തിരുവനന്തപുരത്ത് ഇറക്കിയാൽ മതി, അതിനുള്ള പൈസ എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാം. അവിടെ വല്ല വുമൺസ് ഹോസ്റ്റലെങ്ങാനും ഞാൻ താമസിച്ചോളാം. ശ്രുതി ഇങ്ങനെ പരിങ്ങി കളിക്കുമ്പോൾ നിധി വയ്ക്കും, എന്താ ആലോചിക്കുന്നത്? ശ്രുതി പറയും, താനെങ്ങാനും വരുന്നില്ലെന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ കുടുങ്ങും. നിധി വയ്ക്കും, നിങ്ങൾക്ക് എന്നെ വിശ്വാസം വരുന്നില്ലേ? നമുക്ക് ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് പോകണം.